ഞാൻ എത്ര വട്ടം ഈ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞാലും വീണ്ടും എന്റെ കമന്റ് സെക്ഷനിൽ വരുന്ന ഏറ്റവും കൂടുതൽ കമന്റ് എന്ന് പറയുന്നത് ചേച്ചി ഡീറ്റാനിനെ പറ്റി പറയുമോ, ഡീറ്റൻ ബോഡി ഡീറ്റാൻ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന കമന്റ്. അപ്പോൾ ഞാൻ ആയുർവേദിക് വേയിൽ ഡീറ്റാൻ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രോപ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമുക്കൊരു ഡീറ്റാൻ റുട്ടീനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലും നല്ലൊരു വെർഷൻ ഇനി ഇറങ്ങുമെന്നുള്ളത് എനിക്കറിയില്ല. അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഒരു 5 പ്രൊഡക്റ്റിനെ പറ്റിയാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഈ 5 പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലർക്ക് ബഡ്ജറ്റ് ഒക്കെ ആയിരിക്കില്ല, ചിലർക്ക് കൺവീനിയന്റ് ആയിരിക്കില്ല, ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കാണില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു സിംപ്ലിഫൈഡ് വേർഷനും കൂടെ പറയുന്നുണ്ട്. അപ്പോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് ഒത്തിരി പേര് ഈ ടോപ്പിക്കിനെ പറ്റി തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒരു മീഡിയം സ്കിൻ ടോൺ ടു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർ, സ്കിൻ ഓഫ് കളേഴ്സ് ഉള്ളവർക്ക് പെട്ടെന്നാണ് ടാൻ അടിക്കുക. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. അതായത് ഞാനൊന്ന് പുറത്തു പോയി വിയർത്താൽ മതി എനിക്ക് ടാൻ ആവും. ചിലർ കിച്ചണിൽ നിൽക്കുമ്പോൾ ടാൻ ആവും. മുറ്റത്ത് വെയിലൊന്നും ഇല്ലെങ്കിൽ ഒന്ന് നടക്കുകയാണെങ്കിലും ടാൻ ആവുന്നവരുണ്ട്. അപ്പൊ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ ടാൻ ആവുന്നവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ടാൻ വരുന്നത് പോലെ ഇത് പോകാനായിട്ട് ഭയങ്കര കഷ്ടപ്പെടാണ്. നമ്മൾ വെറുതെ ചിലർക്കൊക്കെ അതായത് ഒരു ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഈ ടാൻ വരുന്നതും കുറവായിരിക്കും. അഥവാ വന്നാൽ തന്നെ അവർക്ക് പെട്ടെന്ന് ഇത് മാറിക്കിട്ടും. വലിയ എഫേർട്ട് ഒന്നും അവർ എടുക്കേണ്ടി വരില്ല. പക്ഷെ സ്കിൻ ഓഫ് കളർ ഉള്ളവർ നല്ല എഫേർട്ട് എടുത്ത് അവര് ഇത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പൊ ആ സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത്, ഒരു മിനിറ്റ് സാധനം എടുത്തിട്ടല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഹാൻഡ് ഗ്ലൗസ് ആണ്. ഇത് ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ കോലം നിങ്ങൾ നോക്കണ്ട, ഞാൻ അത്രമാത്രം യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഞാൻ ഡെയിലി എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഈ സാധനം യൂസ് ചെയ്തിട്ടേ പോകാറുള്ളൂ. എനിക്ക് ടോട്ടൽ ഇത് വാങ്ങിയപ്പോൾ ഒരു 200 സംതിങ് ആയി. 200 സംതിങ്ങിന് എനിക്ക് 3 ജോഡി കിട്ടി. ഓക്കെ, ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം കോഴിക്കോട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് അവിടെയുള്ള കാറിൽ ഞാൻ ഒരു ജോഡി ഇട്ടിട്ടുണ്ട്, ഇവിടെയുള്ള കാറിൽ ഞാൻ ഒരു ജോഡി ഇടും. ആൻഡ് ഞാൻ എവിടെ പോകാൻ, ഇപ്പൊ ബൈക്കിൽ പോകാൻ, കാറിൽ പോകാൻ, എപ്പോഴാണെങ്കിലും ഞാനിത് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബൈക്കിൽ പോണവർക്ക് മാത്രം പോരാ, കാറിൽ പോണവർക്കും നല്ല രീതിയിൽ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്താൽ മതി. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കുറച്ചുകൂടെ ടാൻഡ് ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നോക്കുമ്പോൾ. കാരണം ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള വെയിൽ നമുക്ക് എപ്പോഴും കിട്ടും. ഡ്രൈവ് ചെയ്യണവർക്ക് പ്രത്യേകം മനസ്സിലാവും. അപ്പൊ ഈ സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ, എന്തായാലും വാങ്ങിക്കാം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ഫേസ് മാസ്ക്. ഇതൊരു UV പ്രൊട്ടക്ഷൻ ഫേസ് മാസ്ക് ആണ്. ഇതും നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇതെന്താണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്, നമുക്ക് ഇങ്ങനെ 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 ഇടാം. അല്ല, ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റും സാധനം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് വിചാരിക്കുന്നത് നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ടാൻ മാറണമെങ്കിൽ ഞാൻ പറയണ കേട്ടേ പറ്റും. അപ്പൊ ഇത് എന്തായാലും വാങ്ങിക്കുക. ഇത് ഒരു 3 ജോഡി തന്നെ എനിക്ക് കിട്ടിയത്. ഒരു 190 അങ്ങനെ എന്തോ ആണ് ആയത്. അപ്പൊ ഇത് രണ്ടും എന്താണേലും വാങ്ങിക്കണം, നോൺ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു സൺസ്ക്രീൻ ആണ്, ഒരു ബോഡി സൺസ്ക്രീൻ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ബോഡി സൺസ്ക്രീൻ അല്ല, നിങ്ങൾ കുറെ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, ഫേസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റാണ്ട് വെച്ചേക്കുന്ന കുറെ സൺസ്ക്രീൻ, അത് ബോഡിയിൽ യൂസ് ചെയ്താൽ മതി. ഓക്സി ബെൻസോൺ ഇല്ലാത്തത് വാങ്ങിച്ചോളൂ കുറച്ചുകൂടെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സേഫ് ഫീൽ കിട്ടും. അപ്പോ സൺസ്ക്രീൻ വാങ്ങിക്കുക. ഇനിയിപ്പോ അങ്ങനെ ഇല്ല, വേറെ സൺസ്ക്രീൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു ബോഡി സൺസ്ക്രീൻ, നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഭയങ്കര പ്രൈസസ് ആയിട്ടുള്ളതൊന്നും വേണ്ട. അപ്പൊ ഞാൻ കുറച്ച് ഓപ്ഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ഓൾമോസ്റ്റ് എല്ലാ ബഡ്ജറ്റും കവർ ചെയ്തിട്ടുള്ളതായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, അത് തന്നെ വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു ബ്രാൻഡ് പ്രിഫറൻസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രോസസ് എന്ന് പറയുന്നതാണ് എക്സ്ഫോളിയേഷൻ. ഇത് നമ്മൾ വീക്ക്ലി വൺസ് ആണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോളറൻസ് നോക്കുക, അതനുസരിച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പൊ നല്ല സെൻസിറ്റീവ് സ്കിൻ ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഇല്ലേ, ഓർഡിനറിയുടെ, അത് വാങ്ങിക്കാം. 7% ടോണർ ആണ്. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ കയ്യിലും കാലിലും നെക്കിലും നല്ല രീതിയിൽ വൈപ്പ് ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്ന ഫുൾ ബോഡി ടാൻ റിമൂവലിനെ പറ്റിയാണ്. ഈ പ്രൊഡക്റ്റ് ഒന്നും ഫേസിൽ യൂസ് ചെയ്യണ്ട. ഓക്കെ, അപ്പം നെക്കിലും യൂസ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് കഴുകണമെന്ന് പറയുക. ഇതാണ് നിങ്ങൾ സെൻസിറ്റീവ് ആൻഡ് എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാർ ചെയ്യേണ്ടത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ലീവ് ഓൺ ചെയ്യാം.
ഈ ടോണർ ലീവ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലാക്ടിക് ആസിഡ് പീൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ AHA BHA പീൽ ഓർഡിനറിയുടെ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം വീക്ക്ലി വൺസ് കുറച്ച് നേരം, ഇപ്പം ലാക്ടിക് ആസിഡ് പീലും അല്ലെങ്കിൽ AHA BHA പീൽ ആണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. ഹൈഡ്രേഷൻ 2 രീതിയിൽ വേണം. ഒന്ന് ഇന്റേണൽ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു റീലിൽ എങ്ങനെയൊക്കെ നമുക്ക് വെള്ളം കുടിക്കാം എന്ന്, അത് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം കുടി എന്ന് പറയുന്നത്. ഈവൻ ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്കിങ്ങനെ വരും, പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാറില്ല. അപ്പൊ ഞാനിപ്പോ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആ റീലിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഫീഡില് ഒരു റീലുണ്ട്, അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന അങ്ങനെയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി. അപ്പൊ വെള്ളം ഇൻക്ലൂഡ് ചെയ്യുക. അതിന്റെ കൂടെ എക്സ്റ്റേണൽ ഹൈഡ്രേഷൻ ആയിട്ട് മോയ്സ്ചറൈസർ. ഓരോ സ്കിൻ ടൈപ്പുകാരും ഓരോ മോയ്സ്ചറൈസർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോ ഡ്രൈ ആയിട്ടുള്ള, റഫ് ആയിട്ടുള്ള, ബംപി ആയിട്ടുള്ള സ്കിൻ ടെക്സ്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂറിയ ഉള്ള ഒരു ക്രീം ഇൻക്ലൂഡ് ചെയ്യുക. യൂറിയ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് പല പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. വില കൂടി തന്നെ വാങ്ങിക്കണമെന്നില്ല. യൂറിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെയിൻ തിങ്. യൂറിയ 10% ആണെങ്കിൽ അത്രയും നല്ലത്. എനിക്കറിയാവുന്ന ഓപ്ഷൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിക്കാം. ഇനിയിപ്പോൾ ഈ കൺസേൺ ഉള്ളവർ മാത്രമേ യൂറിയ ക്രീം യൂസ് ചെയ്യാവുന്നൊന്നുമില്ല. ആർക്ക് വേണോ യൂസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. കാരണം യൂറിയ ക്രീം കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. ഈ നക്കിൾ ഡാർക്ക്നെസ്, നീ ഡാർക്ക്നെസ്, എൽബോ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവർക്ക് യൂറിയ ക്രീം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ 3 ഇൻഗ്രീഡിയന്റ് നോക്കുക മോയ്സ്ചറൈസേഴ്സിൽ. സെറാമൈഡ്സ്, ഗ്ലിസറിൻ അല്ലെങ്കിൽ വൈറ്റ് ലിക്വിഡ് പാരഫിൻ. ഇതുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണേലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്ക് ആവുക. കാരണം ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആയി പോകും, വീണ്ടും ഡ്രൈനസ് തോന്നും. കുറച്ചുകൂടി തിക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അടുത്ത ഓയിലി സ്കിൻ. ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ നോക്കുക. ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നയസിനമൈഡ് സിങ്ക് വരുന്ന മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഏത് വേണോ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ മോയ്സ്ചറൈസർ എന്തായാലും വേണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്കിൻ ടൈപ്പ് അല്ല, ഒരു സ്കിൻ കൺസേൺ ഉള്ള ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ്. ബോഡി ആക്നി ഉള്ളവർ. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ, നിങ്ങൾ ഈ ബാക്കി നോർമൽ സ്കിന്നായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യരുത്. ബോഡി ആക്നി ഉള്ളവർ ആദ്യം ചെയ്യേണ്ടത് 2 പ്രൊഡക്റ്റ് വാങ്ങിക്കാതെ, ആദ്യം ഒരു ബോഡി വാഷ്, സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡോ ഇൻഗ്രീഡിയന്റ് വരുന്ന ഒരു ബോഡി വാഷിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ. അതിപ്പോ നയസെനമൈഡ് വരുന്ന ബോഡി ലോഷൻ നോക്കാം, അല്ലെങ്കിൽ ഏത് നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ ചിലപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് മാറ്റേ വേണ്ട. അതിപ്പോ എല്ലാവരോടും കൂടെ പറയണേ. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ അടിപൊളിയാണെങ്കിൽ നിങ്ങൾ മാറ്റണ്ട. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഈ സ്റ്റെപ്പ് ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ. ഇത് ബഫറിംഗ് മെത്തേഡ് എന്ന് പറയും. ഞാൻ ചെയ്ത് എനിക്ക് വർക്ക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ വർക്ക് ആവുമെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. പക്ഷെ സൺസ്ക്രീൻ നോൺ നെഗോഷ്യബിൾ ആണ്, നിങ്ങൾ യൂസ് ചെയ്തേ പറ്റൂ പിറ്റേ ദിവസം. ഓക്കെ. ചെയ്യേണ്ടത് നിങ്ങളുടെ റെഗുലർ മോയ്സ്ചറൈസർ, യൂറിയ മോയ്സ്ചറൈസർ അല്ല, റെഗുലർ മോയ്സ്ചറൈസർ കുറച്ചെടുക്കുക. അതിലേക്ക് ഒരു പീ സൈസ് എമൗണ്ട് കോജിക് ആസിഡ് ക്രീം അത് ആഡ് ചെയ്യുക. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളെ ബോഡിയിൽ മോയ്സ്ചറൈസർ ആയിട്ട് രാത്രി ഇത് യൂസ് ചെയ്യുക. വീക്ക്ലി ട്വൈസ് നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്യാം. പിറ്റേ ദിവസം സൺസ്ക്രീൻ ഇടാൻ പോവുക. ഇത് നല്ല രീതിയിൽ വർക്കാവും. സ്കിൻ ടോൺ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ എക്സ്ഫോളിയേറ്റിംഗ് മോയ്സ്ചറൈസേഴ്സ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. എനിക്ക് അതിനേക്കാളും ഈ ബഫറിംഗ് മെത്തേഡ് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ. ആൻഡ് ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് വേ ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നാൽപ്പാമരാതി കേര. എനിക്ക് വർക്ക് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂസ് പറയുന്നത് കേട്ടോ. എന്റെ ഡ്രൈ സ്കിന്നാണ്, എനിക്ക് ബോഡി ആക്നി ഇല്ലാത്ത സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് 20 മിനിറ്റ് ടൈം ലീവ് ഓൺ ചെയ്യാൻ കിട്ടുമെങ്കിൽ ഞാൻ ഡെയിലി നാൽപ്പാമരാതി യൂസ് ചെയ്യും. ഇനി അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഓയിൽനെസ് അത്ര ഇഷ്ടമല്ലെങ്കിൽ വീക്കിലി ട്വൈസ് യൂസ് ചെയ്താൽ മതി. ബോഡി ആക്നി ഉള്ളവർ യൂസ് ചെയ്യണ്ട. ബാക്കിയുള്ള ഏത് സ്കിൻ ടൈപ്പുകാർക്കും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടും. ഈ പെട്ടെന്നുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്യരുത്. അതാണ് ഓവർ എക്സ്പെക്ടേഷൻ ആണ്. നമുക്ക് ഈ ഓവർ എക്സ്പെക്ട് ചെയ്തോണ്ടിരുന്നാൽ നമുക്ക് ഒന്നും വർക്ക് ആവാത്ത പോലെയാ തോന്നാം. അതുകൊണ്ട് ഓവർ എക്സ്പെക്ട് ചെയ്യരുത്. മിനിമം ഒരു 4 മന്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും. നല്ല റിസൾട്ടാണ്. കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. നിങ്ങൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. എന്നാൽ അടിപൊളിയായിട്ട് വർക്ക്.
ഓക്കെ, അപ്പൊ ഇത്ര പ്രൊഡക്റ്റ്, ആകെ എത്ര പ്രൊഡക്റ്റ് വരുന്നുണ്ട്? 5 പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ആദ്യത്തത് നമുക്കൊരു ഹാൻഡ് ഗ്ലൗസ് വേണം, ഒരു UV പ്രൊട്ടക്ഷൻ ഫേസ് മാസ്ക് വേണം, ഇത് എന്തായാലും വേണ്ട സാധനമാണ്. പിന്നെ ഒരു സൺസ്ക്രീൻ വേണം, ഒരു എക്സ്ഫോളിയന്റ് വേണം, ഒരു ബോഡി ലോഷൻ വേണം, ഒരു കോജിക് ആസിഡ് ക്രീം വേണം, നാൽപ്പാമരാതിക്കേരം. ഇത്ര സാധനമേ നമുക്ക് വേണ്ടു. ഓക്കെ, ഇനി ഈ 5 സാധനം വാങ്ങിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടാവും. ചിലപ്പോൾ അഫോർഡബിൾ അല്ലായിരിക്കും, ചിലപ്പോൾ ഓക്കെ ഇത്രയും ചെലവാക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ല. ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഈ സാധനം എന്തായാലും വാങ്ങിക്കണം, കാരണം എന്നാലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതെന്തായാലും വേണം, അത് വേണം. പിന്നെ നിങ്ങളുടെ എക്സ്ഫോളിയന്റ് വാങ്ങിക്കേണ്ട, ഒരു ബോഡി മോയ്സ്ചറൈസർ വാങ്ങിക്കണം. അതെങ്ങനത്തെ വാങ്ങിക്കണമെന്ന് അറിയാമോ? ഈ AHA കണ്ടന്റ് ഉള്ള ബോഡി ലോഷൻ വാങ്ങിക്കാം. ഇപ്പൊ ഈ ഡോക്ടേഴ്സത്തിന്റെ ലാക്റ്റിക് ആസിഡ് ടീ ട്രീ മോയ്സ്ചറൈസർ ബോഡി ലോഷൻ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അത് നല്ല രീതിയിൽ വർക്ക് ആവും. അതൊരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരു ബോഡി ലോഷൻ, ഒരു ബോഡി സൺസ്ക്രീൻ, ഈ 3 സാധനം മതി നിങ്ങൾക്ക്. വേറെ ഒന്നും നിങ്ങൾ വാങ്ങിക്കണം. നാൽപ്പാമരാതി കയറി ഉണ്ടെങ്കിൽ അത് കൂടെ യൂസ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പൊ ഇത്ര സാധനം വാങ്ങിച്ചാൽ മതി. അപ്പോ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുള്ളത്. എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞോ, അല്ലെങ്കിൽ എന്റെ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞോ, ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമോജി കമന്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ ടൈപ്പ് വീഡിയോ വേണമെങ്കിൽ അതും പറഞ്ഞോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.